ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ പോയം വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയമാണ് അദ്ദേഹത്തിൻ്റെ. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ആ ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്കിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 35ാമത്തെ കവിതയാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. നമുക്ക് ആ പോയത്തിനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ആ ഒരു സമയത്താണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ ഒരു കവിത എഴുതുന്നത്. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ രൂപമായിട്ടാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ടാഗോറിൻ്റെ എഴുത്ത് ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവായി തീർന്ന ഒരു ഗ്രന്ഥമായിരുന്നു ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്ക്. ആ ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്ക് 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം, സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടി കൊടുത്തു. ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പ്രശസ്തനായി തീരുകയാണ്. പിന്നീട് ആ ഒരു പുസ്തകം എഴുതുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മറക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പുസ്തകം ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ എല്ലാ സങ്കടത്തിൽ നിന്നും അദ്ദേഹം മുക്തനായി എഴുത്ത് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അതിഗംഭീരമായിട്ടായിരുന്നു. ഇംഗ്ലീഷ് ഗീതാഞ്ജലിയുടെ അതായത് ഈ ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത് ശരിക്കും ബംഗാളി ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഗീതാഞ്ജലിയുടെ പതിപ്പിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ആ ഇംഗ്ലീഷ് ഗീതാഞ്ജലിയുടെ പതിപ്പിൽ 103 പ്രോസ് പോയംസ് ആണ് അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മറ്റൊരു പേരായിരുന്നു സോങ് ഓഫറിങ്സ് എന്നുള്ളത്. ഇത് ബംഗാളി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടാഗോർ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഈ ഇംഗ്ലീഷ് ഗീതാഞ്ജലിയിലെ 35ാമത്തെ കവിതയായിട്ട് ഈ കവിത എഴുതുകയും വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ട് മാറുകയും ചെയ്തു. മനസ്സിൽ ഭയമില്ലാത്ത ഒരിടം എന്നാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന ടൈറ്റിലിൻ്റെ മീനിങ്. ഗീതാഞ്ജലിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം ഈ ഒരു കവിത ഏത് ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഏത് ബുക്കിൽ നിന്നാണ്? ഗീതാഞ്ജലി എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു കവിത എടുത്തിരിക്കുന്നത്. അത് 35ാമത്തെ കവിതയാണ്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സുകളാണ് അതൊക്കെ. ബംഗാളി ഭാഷയിലാണ് ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത്. ബംഗാളി ഭാഷയിൽ പ്രാർത്ഥന എന്നായിരുന്നു അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഗീതാഞ്ജലിക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥന എന്നായിരുന്നു. 1912 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ആ കാലം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണം ഏറ്റിട്ട് എന്ത് ചെയ്യണേ, നമ്മൾ ജനങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ്, ആ പ്രാർത്ഥനയുടെ രൂപമായിട്ടാണ് നമുക്ക് ഈ ഒരു കവിത ലഭിച്ചിട്ടുള്ളത്. ആരെയും പേടിക്കാതെ ജീവിക്കാനുള്ള ഒരിടം, അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. മനസ്സിൽ പേടിയില്ലാത്തൊരിടം, അല്ലേ? അത് എല്ലാവർക്കും വേണ്ടതാണ്. നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരെയും പേടിക്കാതെ ജീവിക്കണം എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി ആയിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള കാലഘട്ടവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതും ഒക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം കൊതിച്ച ആ ഒരു ലോകം, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് തൻ്റെ മുന്നിൽ, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് തനിക്ക് തൻ്റെ മുന്നിലുള്ള ലോകം ഇങ്ങനെ ആയി മാറണം എന്ന് അദ്ദേഹം കൊതിക്കുന്നത്
എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പോയത്തിലേക്ക് സ്വാഗതം. പോയം ശ്രദ്ധിക്കുക. നമ്മൾ പോയത്തിലേക്ക് കിടക്കുകയാണ്. Where the mind is without fear, രവീന്ദ്രനാഥ് ടാഗോർ. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom. My Father, let my country awake. ഓക്കെ, ഇപ്പം എല്ലാവരും പോയം നന്നായിട്ട് വായിച്ചു നോക്കണം. നമ്മളിനി ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചെയ്യാനാണ് അതിൻ്റെ മീനിങ് നോക്കുകയാണ്. Where the mind is without fear and the head is held high. Where the mind is without fear എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൽ പേടിയില്ലാത്ത ഒരിടം. Where the mind is without fear, മനസ്സിൽ പേടിയില്ലാത്തൊരിടം എവിടെയാണ്? And the head is held high, തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാവുന്ന. Where knowledge is free, അറിവിന് പരിമിതികളില്ലാത്ത ഒരിടം. നമുക്ക് എന്ത് ചെയ്യാണ്? ഒരുപാട് അറിവുകൾ ലഭ്യമാകുന്ന, അതാണ് അറിവുകൾ പരിമിതമല്ലാത്തത് എന്ന് പറയുന്നത്. പരിമിതികളില്ലാത്ത ഒരു ലോകം, എവിടെ നിന്ന്? അങ്ങനെ ഒരു ലോകത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും മുന്നിലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ആരെയും പേടിക്കാതെ നിൽക്കുന്ന അറിവുകൾ പരിമിതികളില്ലാതെ ലഭ്യമാകുന്ന ഒരിടം. അതെവിടെ നിന്ന്? അങ്ങനെ ഒരിടം ഞാൻ കൊതിക്കുകയാണ്. ഇതാണ് ആ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇടം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഈ ഒരു കവിതയിലെ ആ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണത്. ആരെയും പേടിക്കാതെ ജീവിക്കാനും, അതുപോലെ എല്ലാവരുടെ മുന്നിലും തല കുമ്പിടാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനും, അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് കാസ്റ്റിനെയും ക്രീഡിനെയും ഒക്കെ വർഗത്തെയും ഒക്കെ എന്ത് ചെയ്യാണ് മുൻനിർത്തിക്കൊണ്ട് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ലാതെ എന്ത് ചെയ്യാണ്? നമുക്ക് എല്ലാവർക്കും പരിമിതികളില്ലാതെ അറിവ് ലഭ്യമാകുന്ന ഒരിടം, അത് ഞാൻ കൊതിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്നും മുക്തി നേടി എത്തുന്ന ആ ഒരു ലോകത്തെ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാനും വിദ്യാഭ്യാസം വേർതിരിവില്ലാതെ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ആ വരിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അടുത്തത് നോക്കൂ. Where the world has not been broken up into fragments by narrow domestic walls. Where the world has not been broken up into fragments. എന്താണ്? നമ്മുടെ ഈ ലോകത്തെ എന്ത് ചെയ്യാണ്? കഷ്ണങ്ങളാക്കിയിട്ട് വേർതിരിക്കുകയാണ്, ഫ്രാഗ്മെന്റുകളാക്കുകയാണ്, വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ വേർതിരിയാത്ത, അതാണ് ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നുണ്ട്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ്, വേർതിരിക്കപ്പെടാത്ത ഒരു ലോകത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് where words come out from the depth of truth എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഇടുങ്ങിയ മതിലുകളാൽ വേർതിരിക്കാത്ത ഒരു ലോകവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇടുങ്ങിയ മതിലുകളാൽ വേർതിരിക്കാത്ത ഒരു ലോകമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുപോലെ കഷ്ണങ്ങളായിട്ട്, ഫ്രാഗ്മെന്റ്സുകളായിട്ട് എന്ത് ചെയ്യരുത്? വേർതിരിക്കാത്ത ഒരു ലോകത്തെ ഞങ്ങൾക്ക് വേണം. ദെൻ where words come out from the depth of truth. അതുമാത്രല്ല, പിന്നെന്ത് വേണം? സത്യം, സത്യത്തിലൂന്നിയ, സത്യത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള വാക്കുകൾ ലഭ്യമാകുന്ന ഒരു ജനതയെ കൂടി എന്ത് ചെയ്യണം? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലോകത്ത് സത്യസന്ധന്മാരാണ് വേണ്ടത്.
ആ നുണയന്മാരെ വേണ്ട എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു വരികളിലൂടെ പറഞ്ഞു തരുന്നത് ഒന്നുകൂടി പറയാണ്, ശ്രദ്ധിക്കണം. Where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth. വേർതിരിക്കാത്ത ഒരു ലോകത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇടുങ്ങിയ മതിലുകളാൽ വേർതിരിക്കാത്ത ഒരു ലോകമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ബ്രിട്ടീഷുകാരുടെ ഭിന്നത നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം നമുക്ക് വേണ്ട. ജാതിയോ മതമോ വേഷം ഭാഷ ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, വേർതിരിക്കാത്ത ഒരു ലോകത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ് ടാഗോർ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് where words come out from the depth of truth. സത്യത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വാക്കുകൾ ലഭ്യമാകുന്ന ഒരു ജനതയെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സത്യസന്ധന്മാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, നുണയന്മാരെ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. Where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way. Where tireless striving stretches its arms towards perfection. പൂർണ്ണതയിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, ക്ഷീണിതരല്ലാത്ത ഒരു ജനതയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിപൂർണതയിലേക്ക് എത്തണം, അതിന് ക്ഷീണിതരല്ലാത്ത ഒരു ജനതയെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ജനതയെയാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. And where the clear stream of reason has not lost its way into the dreary desert sand of dead habit. Where the clear stream of reason, clear stream of reason എന്നാ പറയുന്നത്. റീസൺ എന്ന് പറയുന്നത് വിവേകം എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത്. Where the clear stream of reason has not lost its way. അന്നത്തെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ് അതിനെയൊക്കെ കവി എതിർക്കുന്ന ഒരു വരികളാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. വിവേകമാകുന്ന ഒരു ക്ലിയർ സ്ട്രീം, തെളിഞ്ഞൊരു അരുവി എന്നാണ് ക്ലിയർ സ്ട്രീം എന്ന് പറയുന്നത്. ഒരു മണൽ തിട്ടയിലൂടെ, നെക്സ്റ്റ് വരിയിലേക്ക് നോക്കൂ, ഹാസ് നോട്ട് ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. അതൊരു മണൽ തിട്ടയിലൂടെ പോകുകയില്ല. ഒരു ക്ലിയർ സ്ട്രീം എന്ത് ചെയ്യില്ല, വിവേകമാകുന്ന ഒരു ക്ലിയർ സ്ട്രീം ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. അതൊരു മണൽത്തിട്ടയിലൂടെ, അതായത് ഇരുണ്ട മണൽത്തിട്ടയിലൂടെ അതെന്ത് ചെയ്യില്ല, ആ ഒരു അരുവി ഒഴുകി പോവില്ല. അതിനവിടെ തടസ്സങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതിന് സുഗമമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒഴുകാനാവില്ല. അതൊരു ഡെഡ് ഹാബിറ്റ് ആണ്. കൃത്യമായി ഒഴുക്കാനാവാത്ത ഒരിടമാണ് മരുഭൂമി. അങ്ങനെ ഒരിടത്തേക്ക് ഒഴുകുന്ന ഒരു ജനതയെ എനിക്ക് വേണ്ട. കൃത്യമായി ഒഴുകുന്ന ഒരു ജനതയെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അങ്ങനെ ഒരു രാജ്യമാണ് എനിക്ക് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നന്നായിട്ട് നോക്കണം, ഓരോ വരികളും കൃത്യമായിട്ട് നോക്കണം. നെക്സ്റ്റ് നോക്കൂ. Into the dreary desert sand of dead habit. പറഞ്ഞില്ലേ, where the mind is led forward by thee into ever widening thought and action, into that heaven of freedom, my father, let my country awake. Let my country awake. എന്താ പറയുന്നത്, where the mind is led forward by thee into ever widening thought and action, into the heaven of freedom. എന്നും വിശാലമായിട്ടുള്ള വൈഡനിങ് എന്ന് പറയുന്ന വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ, വിശാലമായ ചിന്തകളും പ്രവർത്തികളുമുള്ള ഒരു ജനതയെയാണ് നീ എനിക്ക് തരേണ്ടത്. അങ്ങനെ ഒരു ജനതയെ നീ എനിക്ക് തരണം. ഈ വരികളിലൂടെ ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. where the mind is led forward by thee. thee എന്ന് പറയുന്നത് യു എന്നാണ്. നീ എനിക്ക് എന്ത് ചെയ്യണം, into ever widening thought and action, വിശാലമായ ചിന്തകളും പ്രവർത്തികളുമുള്ള ഒരു ജനതയെ നീ എനിക്ക് തരണം. into that heaven of freedom, സ്വാതന്ത്ര്യങ്ങൾ നിറഞ്ഞ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എൻ്റെ ഈ ഒരു സ്വർഗലോകത്തേക്ക് നീ എന്നെ എന്ത് ചെയ്യണം, ഉണർത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്വർഗലോകത്തേക്ക് നീ എന്നെ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു ലോകത്തെ എനിക്ക് തന്നുകൊണ്ട്, മൈ ഫാദർ എന്ന് പറയുന്നത് ആരെയാണ്, ദൈവത്തിനെയാണ് വിളിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ രാജ്യത്തെ അങ്ങ് ഉണർത്തണം എന്ന് പറയാണ്. മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക് എന്നാണ് അദ്ദേഹം
പ്രാർത്ഥിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നേടിത്തരണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു പ്രാർത്ഥനയോടെ പറയുകയാണ് ലാസ്റ്റ്. അതാണ് ever widening thought and action into that heaven of freedom, my father, let my country awake എന്ന് പറയുന്നത്. നന്നായിട്ട് നോക്കണം. ആദ്യം നമുക്ക് പറയുന്നുണ്ട് എന്ത്, പേടിയില്ലാത്തൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു സ്ഥലം, പിന്നെയോ മറ്റുള്ളവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരിടം, where knowledge is free, പരിമിതികളില്ലാത്ത അറിവ് ലഭിക്കുന്ന ഒരിടം, അങ്ങനെയൊരു ലോകം എനിക്ക് വേണം. And where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth. പിന്നെന്താ പറയുന്നത്, ഇടുങ്ങിയ ചിന്തകളാൽ അല്ലെങ്കിൽ എന്താണ് വേർതിരിച്ച് കാണുന്ന ആ മനുഷ്യ മനസ്സുകളെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെയോ സത്യത്തിന്റെ ആഴങ്ങളിലുള്ള സത്യങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളുള്ള ജനതയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നുണയന്മാരെയൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. Where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way. പിന്നെ പറയുന്നതാണ് പരിപൂർണതയിലേക്ക് എത്താൻ, എല്ലാ പ്രവൃത്തികളുടെയും പരിപൂർണതയിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, ക്ഷീണിതരല്ലാത്ത എന്ത് ചെയ്യരുത്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് എന്ത് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു ജനതയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുപോലെ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡയറി ഡെസേർട്ട്സ് ആൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. അതുമാത്രമല്ല, ഒരു വിവേകമാകുന്ന ഒരു ക്ലിയർ സ്ട്രീം, അതിൻ്റെ ഒരു ഇരുണ്ട മണൽ തിട്ടയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോയാൽ ഒഴുകില്ല. അതിന് സുഗമമായിട്ട് ഒഴുകണമെങ്കിൽ അതിന് ആ മണൽത്തിട്ട അവിടെ വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജനതയെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ദെൻ അങ്ങനെയൊരു വിശാലമായ ചിന്തയും പ്രവർത്തികളുമുള്ള അങ്ങനെ ഒരു ജനതയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തെ എനിക്ക് എൻ്റെ രാജ്യത്ത് അങ്ങനെ ഒരു രാജ്യം എനിക്ക് തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്, ഒരു പ്രാർത്ഥനയുടെ വരികളോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ആ ഒരു കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓരോ വരികളും നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അത് ചോദിക്കുക. ഓക്കെ.